ഇതിനകത്ത് ഈ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തി എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനവും മുൻ പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. പ്രശ്നം അംബേദ്കർ പറയുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ദളിത് ഓരോ വിഭാഗത്തിൻ്റെയും എഫക്റ്റീവ് റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് അംബേദ്കർ ഭാവന ചെയ്യുന്നത്. അതിലാണ് ഗാന്ധിയുമായി അദ്ദേഹം തർക്കമുണ്ടാക്കുന്നത്. ഇവരേതെങ്കിലും BJPയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പട്ടികജാതിക്കാരനെ പ്രസിഡന്റാക്കി നിർത്തിക്കൊണ്ട് BJPയുടെ അജണ്ട നടപ്പിലാക്കിയിട്ട് അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഇന്ത്യയിലെ ദളിതർ. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഞാനത് പറയുന്നത് ഒരു മുൻ പ്രസിഡന്റിനെ കമ്മീഷനായി നിയോഗിച്ച് അപമാനിച്ച ഒരു പാർട്ടിയാണ് BJP, ഇന്ത്യ ഭരിക്കുന്ന മാന്യന്മാർ. അതിന് സ്വയം സന്നദ്ധനാണ് അയാൾ. ഇവർ പ്രസിഡന്റാക്കി എന്ന് പറയുന്നുള്ളൂ. അദ്ദേഹം ഒറീസയിലെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പുറത്ത് നിൽക്കാനാണ് പറഞ്ഞു, കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ റെപ്രസെൻറ്റേഷൻ അല്ല ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. താങ്കൾ മനസ്സിലാക്കണം. ഒന്ന്, 3 ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കാനുണ്ട്. ഒന്ന്, എന്തിനായിരിക്കും ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത്? മനുസ്മൃതി കത്തിക്കുക മാത്രമല്ല, ആ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അംബേദ്കർ പറഞ്ഞ വാക്യം ജാതി നിയമങ്ങളുടെ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ നിയമസംഹിതയായ മനുസ്മൃതി ഞാൻ കത്തിക്കുന്നു, പകരം എല്ലാവർക്കും നീതിയും തുല്യതയും ഉറപ്പ് ചെയ്യുന്ന ഭരണഘടന ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അംബേദ്കർ പ്രസംഗിച്ചത്. നിങ്ങളിപ്പോഴും ഞങ്ങൾക്ക് മനുസ്മൃതിയൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞിരിക്കുക. മാത്രമല്ല, ശ്രുതി എന്നാൽ വേദം മാത്രമാണ്. 4 വേദങ്ങളെയാണ് ശ്രുതി എന്ന് പറയുന്നത്. സ്മൃതി എന്നാൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതികളും എല്ലാം കൂടി കൂടിയതാണ്. അതല്ലാതെ നിങ്ങൾ പറയുന്ന മനുസ്മൃതി അല്ല സ്മൃതി എന്ന് പറയുന്ന കാര്യം. രാമായണവും മഹാഭാരതവും ഇത്തരം കാര്യങ്ങളെല്ലാം സ്മൃതി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ആ മൂല്യമണ്ഡലം അഴിച്ചു പണിയാതെ ഇന്ത്യ രക്ഷപ്പെടില്ല എന്ന് അംബേദ്കർ ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച സാമൂഹിക നീതി സങ്കല്പത്തെ നിങ്ങൾ പിൻപറ്റുന്നുണ്ടോ? അദ്ദേഹം വീറോടെ വാദിച്ച ന്യൂനപക്ഷ സംരക്ഷണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം മുന്നോട്ട് വെച്ച സംവരണത്തിലൂടെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നതിനെ സാമ്പത്തിക സംവരണം കൊണ്ട് അട്ടിമറിച്ച നിങ്ങൾ അംബേദ്കറിൻ്റെ പിൻഗാമികളാകുന്നത് എങ്ങനെയാണ്? സുഹൃത്തെ, നിങ്ങൾ വെറുതെ അംബേദ്കറിനെ മുന്നിൽ നിർത്തി ചില ഗെയിമിങ്സ് കാണിച്ച് ദളിത് ആദിവാസി വോട്ടുകൾ തട്ടിയെടുക്കാൻ നടത്തുന്ന പരിശ്രമത്തിനപ്പുറത്തേക്ക് അംബേദ്കറുടെ പരിസരത്ത് വരാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കാർക്കും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേ പറ്റത്തുള്ളൂ. അവർ പറയുന്നത് അംബേദ്കർക്കെല്ലാം ഞങ്ങളാണ് ദാനം ചെയ്തതെന്നാണ്. നിങ്ങൾ വെറുതെ ആ നുണ ഇനി ആവർത്തിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ഈ സന്നിഗ്ധ നിമിഷത്തിൽ ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച നിമിഷത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അതിനെതിരെ രംഗത്ത് വന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ,